UDF തുടർച്ചയായി ഭരിക്കുന്ന കാസർഗോഡ് നഗരസഭയിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി തർക്കം. മൃഗീയ ഭൂരിപക്ഷമുള്ളതിനാൽ മുസ്ലിം ലീഗാണ് ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ കൈവശം വയ്ക്കാറുള്ളത്. എന്നാൽ ഇത്തവണ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ലീഗിൽ നിന്ന് ഒന്നിൽ കൂടുതൽ പേരുകൾ ഉയരുകയും സ്ഥാനം കോൺഗ്രസിന് വേണമെന്ന ആവശ്യം ശക്തമാവുകയും ചെയ്യുന്നത് മുന്നണിക്ക് തലവേദനയാണ്. നഗരസഭാ അംഗവും ഈ തെരഞ്ഞെടുപ്പിൽ പുളിക്കൽ വാർഡിൽ നിന്ന് ജയിച്ച KM ഹനീഫാണ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത്. എന്നാൽ ബദിര വാർഡിൽ നിന്നും ജയിച്ച മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹമീദ് ബദിര വൈസ് ചെയർമാനാകണമെന്നാണ് മറുഭാഗം ആവശ്യപ്പെടുന്നത്. മുസ്ലിം ലീഗിന്റെ 22 അംഗങ്ങളെ പകുതിയിലേറെ പേരും കോൺഗ്രസിന്റെ 2 പൊതു സ്വതന്ത്രരും CPM LDF സ്വതന്ത്രരായ ഓരോ അംഗവും ഹമീദ് ബദിരയ്ക്ക് അനുകൂലമായി ഉണ്ടാകുമെന്ന അവകാശവാദമാണ് ഹമീദ് വിഭാഗം ഉന്നയിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചാൽ അയോഗ്യനാകപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അനുനയനീക്കത്തിനാണ് ഹമീദ് വിഭാഗം ശ്രമിക്കുന്നത്. അതിനിടെ അടുക്കത്തവയൽ വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഫിറോസിന്റെ പേര് കൂടി ഉയർന്നിട്ടുണ്ട്. ഹമീദ് ബദിരയെ വൈസ് ചെയർമാൻ പദവിയിലേക്ക് പരിഗണിക്കുന്നില്ലെങ്കിൽ ചെയർപേഴ്സൺ പദവി 2015-20 നഗരസഭാ ഭരണസമിതിയിൽ വികസന ക്ഷേമകാര്യ സമിതി അധ്യക്ഷനായിരുന്ന തളങ്കര ഗാസിനയിൽ നിന്നും ജയിച്ച M നൈമുനിസിയെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. 3 തവണയാണ് ഇവർ നഗരസഭാ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2015-20 നഗരസഭയിൽ ആരോഗ്യ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷയായിരുന്ന സമീന മുജീബിന്റെ പേര് കൂടി ഉയർന്നിട്ടുണ്ട്. തുരുത്തി വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചെങ്കള പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷാഹിന സലീം തന്നെയാണ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി ഇപ്പോഴും പ്രഥമ പരിഗണനയിലുള്ളത്. 2 അംഗങ്ങളുമായി നഗരസഭയിലേക്ക് തിരിച്ചെത്തിയ കോൺഗ്രസും വൈസ് ചെയർമാൻ പദവി ആവശ്യപ്പെട്ട് പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. വൈസ് ചെയർമാൻ പദവി കിട്ടിയില്ലെങ്കിൽ 2 സ്ഥിരസമിതി അധ്യക്ഷ പദവി ലഭ്യമാക്കാനാണ് ശ്രമം. നേരത്തെ 2 അംഗങ്ങളുണ്ടായിരിക്കെ കോൺഗ്രസിന് വൈസ് ചെയർമാൻ പദവി ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.